തെന്നിന്ത്യയിലെ 2 താരറാണിമാരാണ് നയൻതാരയും മഞ്ജു വാര്യരും. ഒരു സിനിമാ നായകന്റെ പിൻബലമില്ലാതെ വിജയിക്കാനുള്ള ബോക്സ് ഓഫീസ് വാല്യൂ ഇവർക്കുണ്ട്. മലയാളത്തിൽ നയൻതാര സജീവമല്ല. എന്നാൽ മഞ്ജു മലയാളത്തിലാണ് കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ളത്. 2 കാലഘട്ടങ്ങളിൽ അഭിനയ രംഗത്തേക്ക് വന്നവരാണ് മഞ്ജു വാര്യരും നയൻതാരയും. 90കളിലാണ് മഞ്ജു അഭിനയ രംഗത്തേക്ക് വരുന്നത്. 3 വർഷം മാത്രം സിനിമകളിൽ അഭിനയിച്ച് 1998-ൽ വിവാഹം ചെയ്ത് കരിയറിൽ നിന്ന് ഇടവേളയെടുത്തിരുന്നു. 2003-ലാണ് നയൻതാര അഭിനയ രംഗത്തേക്ക് വരുന്നത്. വളരെ പെട്ടെന്ന് നയൻതാരയും തമിഴിനകത്തും തെലുങ്കത്തും താരമായി മാറി. മലയാളത്തിലാണ് തുടക്കമെങ്കിലും മലയാളത്തിൽ വളരെ കുറച്ച് സിനിമകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഉയർന്ന പ്രതിഫലവും സൗകര്യങ്ങളും മാർക്കറ്റ് വാല്യൂ എന്നിവ കണക്കിലെടുത്ത താരം തമിഴിലും തെലുങ്കിലും ശ്രദ്ധ നൽകി. മഞ്ജു സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരുമ്പോഴത്തേക്കും നയൻതാര തമിഴകത്തെ ലേഡി സൂപ്പർ സ്റ്റാറാണ്. താരങ്ങളുടെ പഴയ ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. മഞ്ജു അഭിനയ രംഗത്ത് നിന്ന് മാറി കുടുംബജീവിതത്തിലേക്ക് ശ്രദ്ധ നൽകുന്ന കാലത്തെ ഫോട്ടോയാണിത്. അന്ന് നയൻതാര ഗ്ലാമറസ് നായിക നടിയാണ്. മഞ്ജുവിൻ്റെ ഭർത്താവ് അന്ന് നടൻ ദിലീപാണ്. ദിലീപിനോടൊപ്പം ബോഡിഗാർഡ് എന്ന സിനിമ നയൻതാര ചെയ്തിട്ടുണ്ട്. 2020 എന്ന സിനിമയിൽ ഡാൻസ് നമ്പറും ചെയ്തു. ആ കാലഘട്ടത്തിൽ ഫോട്ടോ ആയിരിക്കാം എന്നാണ് ഇത് ആരാധകർ പറയുന്നത്. ആ കാലത്ത് ദിലീപിൻ്റെ സുഹൃത്താണ് നയൻതാര. ദിലീപാണ് ബോഡിഗാർഡിലേക്ക് നയൻതാരയെ നിർദ്ദേശിച്ചതും. കരിയറിൽ നടിക്ക് ലഭിച്ച ഏറ്റവും മികച്ച കഥാപാത്രമാണിത്. ഇതിനു മുമ്പ് ദിലീപിൻ്റെ 2020 എന്ന സിനിമയിൽ ഡാൻസ് നമ്പർ ചെയ്യാനും തിരക്കുകൾ മാറ്റിവെച്ച് നയൻതാര എത്തി. തൻ്റെ വിവാഹത്തിന് സിനിമാരംഗത്ത് നിന്ന് കുറച്ചുപേരെ മാത്രമേ നയൻതാര ക്ഷണിച്ചിട്ടുള്ളായിരുന്നു. ഇതിലൊരാൾ ദിലീപാണ്. പിൽക്കാലത്ത് നയൻതാരയും മഞ്ജുവും തമ്മിൽ സൗഹൃദമായി. താൻ ആരാധിക്കുന്ന ആളാണ് നയൻതാര എന്ന് മഞ്ജു പറയാറുള്ളത്. മഞ്ജുവിനെ വൈറൽ ഫോട്ടോയിൽ കാണാൻ ഇന്നത്തെ പോലല്ല. വലിയ ട്രാൻസ്ഫോർമേഷനാണ് നടിക്ക് വന്നതെന്ന് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നു. വണ്ണം കുറച്ച് വളരെ സ്റ്റൈലിഷ് ആയിട്ടാണ് ഇന്ന് മഞ്ജു ആരാധകരെ കാണാറുള്ളത്.